ആസാമിലേക്ക് വണ്ടി കയറിപ്പോയ മലയാളികളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അതും ആസാമികൾ മുഴുവൻ ജോലി തേടി കേരളത്തിലേക്ക് ഒഴുകി തുടങ്ങിയ കാലത്ത്. നമുക്കത്ര പരിചിതമല്ലാത്ത കാലാവസ്ഥയോടും ഭക്ഷണശീലങ്ങളോടും പരുവപ്പെട്ട് പലരും വർഷങ്ങളായി ഈ മണ്ണിലുണ്ട്. ഓഫീസിലെ വർക്ക് അങ്ങനെ തന്നെ പകർത്തണമെന്ന് ഉദ്ദേശിച്ചാണ് മുൻകൂട്ടി ഒരുങ്ങാനുള്ള അവസരം നൽകാതെ ആസാമിലെ നൽബേരിയിലുള്ള ഹാദിയുടെ റീജിയണൽ ഓഫീസിൽ എത്തിച്ചേരുന്നത്. അന്നേരം കോർഡിനേറ്റർമാർക്ക് പുറമെ ദാൽഹുദയിൽ നിന്ന് 2 മാസത്തെ ഇന്റേൺഷിപ്പിന് വന്ന കുറച്ച് PG വിദ്യാർത്ഥികളും ഓഫീസിലുണ്ട്. ഹാദിയുടെ ആസാമിലെ ചലനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഇവരാണ്. 1.5 കോടി മുസ്ലിങ്ങളുണ്ട് ആസാമിൽ. സംസ്ഥാന ജനസംഖ്യയുടെ ഏകദേശം 40%. പക്ഷേ കണക്കുകൾക്കപ്പുറം പട്ടിണിയും പരിവട്ടവുമായി ജീവിക്കുന്ന സാധു മനുഷ്യരാണവർ. അവർക്ക് ദിശാബോധം നൽകാൻ പറ്റിയ നേതൃത്വമില്ല, ചേർത്തുപിടിക്കാൻ ആരുമില്ല. അവർക്കിടയിലേക്കാണ് നമ്മുടെ നാട്ടിൽ നിന്ന് നിയോഗം പോലെ ഒരു സംഘം എത്തുന്നത്. 2014 ദാൽഹുദ ആസാം ക്യാമ്പസ് ബാർപേട്ട ജില്ലയിലെ ബൈഷ ബർമറയിൽ പ്രവർത്തനം ആരംഭിച്ചു. 29 ഗ്രാമങ്ങളിൽ ഹാദിയയുടെ പ്രാഥമിക മതപാഠശാലകളും. ഒരു വ്യാഴവട്ടക്കാലത്തിനിപ്പുറം ഇന്നത് 732 ആസാം ഗ്രാമങ്ങളിലെ 33,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വലിയൊരു സംവിധാനമായി വളർന്നിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിന് കൂടി വഴിയൊരുക്കി രാജ്യത്തോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഹാദിയ. അക്കഥ പിന്നീട് പറയാം. ഇരുട്ടുവീണ വഴികളിൽ പ്രതീക്ഷകളുടെ പുതുവെളിച്ചം കാണുന്നുണ്ട്. കരിയറിൽ മറ്റു പല സാധ്യതകളും ഉണ്ടായിട്ടും എല്ലാം മാറ്റിവെച്ച് ഇവരിവിടെ ഒരു കൂട്ടം മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് കാവൽ നിൽക്കുകയാണ്. തടസ്സങ്ങളെക്കുറിച്ച് ആകുലപ്പെട്ടു നിൽക്കാതെ ഈ സാർത്ഥവാഹക സംഘത്തോടൊപ്പം നമുക്കും യാത്ര തുടരാം.